വീഡിയോ നമുക്ക് അന്യം നിന്നുപോയ ഒരു കാർഷിക വിളയെ പറ്റിയാണ്. പിൽക്കാലത്ത് നമ്മുടെ പുതിയ തലമുറ അത് നെഞ്ചേറ്റിയ ഒരു കഥയും. നമ്മുടെ പൂർവികർ, അച്ഛനപ്പൂപ്പന്മാർ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവരാണ്. പലതരം കാർഷിക വിളകളുണ്ടായിരുന്നു. പ്രധാനമായിട്ട് കിഴങ്ങ് വിളകൾ. അതിൽ മരച്ചീനി, ചേമ്പ്, കാച്ചിൽ, ചേന, മനകിഴങ്ങ്, മുക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, അങ്ങനെ ധാരാളം കിഴങ്ങ് വകകൾ കൃഷി ചെയ്തിരുന്നു. അത് ആഹാരമായിട്ട് ഉപയോഗിച്ചിരുന്നു. കാലക്രമേണ നമുക്ക് പുരോഗതിയും ഉന്നമനവും മോഡേണൈസേഷനും നമ്മുടെ പടിവാതിലിലെത്തി. നമ്മൾ മോഡേൺ ആഹാര രീതികളും മോഡേൺ ശീലങ്ങളും സ്വായത്തമാക്കി. ഒപ്പം നമുക്ക് മോഡേൺ അസുഖങ്ങളും നമ്മെ തേടിയെത്തി. അങ്ങനെ കാലങ്ങൾ കുറേ കഴിഞ്ഞു. വർഷങ്ങൾക്കിപ്പുറം നമ്മൾ പ്രമേഹ രോഗികൾ, കൊളസ്ട്രോൾ, അങ്ങനെ ജീവിതശൈലീ രോഗങ്ങളും കുറേ മാറാവ്യാധികളും ആകുലതയുമായി നമ്മുടെ ഒരു തലമുറ, ഇപ്പോഴുള്ള തലമുറ അങ്ങനെ വ്യഥകളിലാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ കിഴങ്ങു വർഗ്ഗങ്ങളിൽ പ്രധാനി മരച്ചീനിയായിരുന്നു. അതിന് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ. അന്ന് അധ്വാനിക്കുന്നവർക്ക് ആ മരച്ചീനിയും അതിനോടനുബന്ധമായ ആഹാര സാധനങ്ങളും അന്നത്തെ കഠിനാധ്വാനത്തിന് അത്രമാത്രം എനർജി ആവശ്യമായിരുന്നു. അങ്ങനെ അതുപയോഗിച്ചു. പിൽക്കാലത്ത് അത് ഉപേക്ഷിക്കുകയും ഇഷ്ടത്തിന് മാത്രം, ആ ഓർമ്മകൾക്ക് വേണ്ടി മാത്രം, ആ ഓർമ്മകളിൽ കുറച്ച് ഇപ്പം നമ്മൾ യാത്ര പോകുമ്പോഴോ എവിടെ കണ്ടാലും ഒരല്പം വാങ്ങിച്ച് കഴിക്കുന്ന ഒരു പതിവുമായി. ഈ കിഴങ്ങ് വിളകളോടൊപ്പം കൃഷി ചെയ്തിരുന്ന ഒരു ഐറ്റം ഉണ്ട് നമ്മുടെ നാട്ടിൽ. എൻ്റെയൊക്കെ നല്ല ഓർമ്മ, അതിന്നും എനിക്ക് നല്ല ഓർമ്മയാണ്. അതായത് മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് ഒരു വള്ളിച്ചെടിയാണ്. തറയിൽ പടർന്നു പോകും. തടം കൂട്ടി ചെടി നടും. അതിങ്ങനെ പടർന്ന് തറയിൽ കൂടെ തന്നെ പടർന്നു പോകും. അവിടെ ഇവിടെ വേരൂന്നും. ആ വേര് പിന്നെ കിഴങ്ങാകും. ആവശ്യാനുസരണം നമ്മൾ മാന്തിയെടുത്ത് ഉപയോഗിക്കും. അതിൽ 2 വെറൈറ്റി ഉണ്ട്, മഞ്ഞയും വെള്ളയും പിങ്കും ചുവപ്പും. കാലക്രമത്തിൽ ഇതെല്ലാം നമുക്ക് നഷ്ടമായി. ഇനി എന്തുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഈ വിഷയം പറയുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇന്നത്തെ തലമുറയിൽ ഈ മധുരച്ചീനിയുടെ ഡിമാൻഡ് ഒന്ന് വേറെയാണ്. മധുരച്ചീനിയുടെ ഗുണങ്ങൾ, അതിൻ്റെ ആരോഗ്യപരമായ അറിവുകൾ, അതുകൊണ്ട് നമ്മുടെ ജീവിതശൈലീ രോഗങ്ങൾ എങ്ങനെ മാറ്റാം, ഏതെല്ലാം തരത്തിൽ നമ്മുടെ കണ്ണിനെയും ഹൃദയത്തെയും ഇത് സ്വാധീനിക്കുന്നു എന്നുള്ളതെല്ലാം ഇന്ന് ഇന്നത്തെ ജനത റിസർച്ച് ചെയ്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ പുതിയ തലമുറ അത് ഏറ്റുവാങ്ങി. അതിലെ കലോറി മൂല്യം, അതിനകത്തടങ്ങിയിരിക്കുന്ന ധാതുലവണങ്ങൾ, അങ്ങനെ നിരവധി ആയിട്ടുള്ള അതിൻ്റെ സവിശേഷതകൾ റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്ത് നമ്മുടെ പ്രബുദ്ധരായ പുതുതലമുറയ്ക്ക് മുൻപിൽ, വിദ്യാസമ്പന്നരായ പുതുതലമുറയ്ക്ക് മുൻപിൽ അവതരിപ്പിച്ചപ്പോൾ അവരത് ഏറ്റുവാങ്ങി. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ പഴയ തലമുറയിൽ അധികം വിദ്യാഭ്യാസമില്ല. നമ്മുടെ കർഷകർക്ക് ഇന്നത്തെ പോലെയുള്ള വിദ്യാഭ്യാസമില്ല. അവർ റിസർച്ചൊന്നും ചെയ്തില്ല. അവരത് ലാബിൽ കൊടുത്തോ ടെസ്റ്റ് ചെയ്തോ ഒന്നും നമ്മുടെ കാർഷിക വിളകൾ പരിശോധിച്ചിട്ടല്ല അന്ന് ആഹാരമായിട്ട് ഉപയോഗിച്ചു. അവരുടെ അനുഭവ സമ്പത്തും
അതിൻ്റെ ഗുണഗണങ്ങളും അവർ തലമുറകളായി കൈമാറി വന്നത്, ആ ശീലം അവർ പാലിച്ചു പോന്നു. അന്നിങ്ങനെയുള്ള അസുഖങ്ങളുമില്ല. അപ്പോൾ ഈ റിസർച്ചോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ അച്ഛനപ്പന്മാർ കഴിച്ചിരുന്ന കാർഷിക വിളകൾ, ആഹാര സാധനങ്ങൾ, നാം കൃഷി ചെയ്തുണ്ടാക്കുന്ന നമ്മുടെ തനത് വിളകൾ പിൽക്കാലത്ത് നമുക്കൊരു സ്ഥിര വരുമാനവും ഒരു സ്ഥിര ജോലിയും ഒക്കെ ആയിട്ട് നമ്മൾ നാടുവിടുമ്പോൾ, അല്ലെങ്കിൽ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് അതിനുകൂടി, അതായത് കാർഷിക വൃത്തിക്ക് കൂടിയുള്ള സമയമില്ലാത്തതിനാൽ നമ്മൾ പലതും എളുപ്പ വഴിയിൽ, കുറുക്ക് വഴിയിൽ ആഹാരം സ്വീകരിച്ച് മോഡേൺ ഫുഡുകളിലേക്ക് നീങ്ങി, മോഡേൺ അസുഖത്തിലേക്ക് നീങ്ങി നമ്മുടെ തലമുറ ഇന്ന് കഴിഞ്ഞുകൂടുന്നു. പണ്ടും അസുഖങ്ങൾ ഉണ്ടാകാം, കണ്ടുപിടിക്കാഞ്ഞതായിരിക്കും, എന്നാലും ഇത്ര സർവ്വസാധാരണമായിരുന്നില്ല. ഒരു റിസർച്ചുമില്ലാതെ അന്ന് ആഹാര സാധനങ്ങൾ നല്ലതേത്, ഉപയോഗമുള്ളതേത്, എനർജി ഉള്ളതേത്, കലോറി ഉള്ളതേത് എന്ന് കണക്കാക്കി അന്നത്തെ ജനത കഴിച്ചിരുന്നു. ഇന്ന് വിദ്യാസമ്പന്നരായ നമ്മുടെ ജനത റിസർച്ച് ചെയ്ത്, അവലോകനം ചെയ്ത്, അനലൈസ് ചെയ്ത് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചപ്പോൾ മധുരച്ചീനിക്ക് വന്നൊരു ഡിമാൻഡേ. കിലോ കണക്കിന് കഴിക്കുന്നവരുണ്ട്, അത് മാത്രം കഴിക്കുന്നവരുണ്ട്, രാത്രി ഒരു നേരം കഴിക്കുന്നവരുണ്ട്. അങ്ങനെ മധുരച്ചീനി ഇന്ന് ഹീറോ ആയി. ആരെപ്പോലെ? നമ്മുടെ ചക്കയെപ്പോലെ. നമ്മുടെ നാട്ടിൽ സുലഭമായിരുന്ന ചക്ക, അതിൻ്റെ ഗുണമോ അതിൻ്റെ മറ്റ് ധാതുലവണങ്ങളോ അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന കലോറിയോ, അത് എന്തൊക്കെ ഗുണമുണ്ട് എന്നൊന്നും അറിയാതെ നമ്മൾ യഥേഷ്ടം കഴിച്ചിരുന്ന ചക്ക പിൽക്കാലത്ത് അത് ക്ലീൻ ചെയ്യാനും വൃത്തിയാക്കാനും അതിൻ്റെ മറ്റ് പാചക രീതികളും ഒക്കെ നാം കളഞ്ഞിട്ട് ഈ മധുരച്ചീനിയുടെ അല്ലെങ്കിൽ കാർഷിക വിളകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ചക്കയെ നമ്മൾ ഉപേക്ഷിച്ചു. പക്ഷേ ഇന്ന് ചക്കയും ഇതുപോലെ 100 വിഭവങ്ങളായി 100 രുചികളിൽ നമ്മളെ മുമ്പിൽ അവതരിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ പോയകാല കാർഷിക വിളകളിൽ എന്തെല്ലാം ഇതുപോലെ നമ്മുടെ മുൻപിൽ അവതരിക്കാനിരിക്കുന്നു, അത് നമുക്ക് കണ്ടറിയാം. ഇനി നമ്മൾ പുറങ്കാലിനടിച്ച മധുരക്കിഴങ്ങിനെ പറ്റി അല്പം മനസ്സിലാക്കാം. മധുരക്കിഴങ്ങ് ഒരു പോഷക സമൃദ്ധമായ ഭക്ഷണമാണ്. ഇത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു. ദഹനം മെച്ചപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് സഹായിക്കുന്നു. മധുരക്കിഴങ്ങിൻ്റെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ ഇനി പറയുന്നു. ദഹനത്തിന് സഹായിക്കുന്നു. മധുരക്കിഴങ്ങിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം തടയാനും സഹായിക്കുന്നു. മധുരക്കിഴങ്ങിൽ വിറ്റാമിൻ എ, സി എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. മധുരക്കിഴങ്ങിൽ കലോറിയും കൊഴുപ്പും കുറവാണ്, നാരുകൾ കൂടുതലാണ്. അതുകൊണ്ട് ശരീരഭാഗം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ എ, സി എന്നിവ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് അത്യുത്തമം. ഇത് ചർമ്മത്തെ തിളക്കമുള്ളതും ആരോഗ്യകരവുമാക്കുകയും ചെയ്യുന്നു. മധുരക്കിഴങ്ങിൽ ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണ്. പ്രമേഹമുള്ളവർക്കും മധുരക്കിഴങ്ങ് കഴിക്കാവുന്നതാണ്. ഇതിൽ കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടാതെ നിയന്ത്രിക്കുന്നു. ഇത് പുഴുങ്ങിയോ ചുട്ടോ ആവി കയറ്റിയോ കഴിക്കാവുന്നതാണ്. കറികളായും സൂപ്പുകളായും ഉപയോഗിക്കാം. എന്താ, മധുരക്കിഴങ്ങൊരു വില്ലനല്ലേ? ഇത്രയൊക്കെ നമ്മുടെ പഴയ കാലത്തെ ആളുകൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരുന്നോ? ഇപ്പോൾ റിസർച്ച് ചെയ്ത് നമ്മളിത് നമ്മുടെ ജനതയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ മധുരക്കിഴങ്ങും സ്റ്റാറായില്ലേ?